നമസ്കാരം. ശബരിമല ശാസ്താവിനെ കുറിച്ച്, ശബരിമല നമ്മുടെ അയ്യപ്പനെ കുറിച്ച് നമുക്ക് അറിവുള്ള വിവരങ്ങൾ അതാണ് നമ്മൾ ഇതിനകത്തൂടെ പറയുക. ഇല്ലെങ്കിൽ മറ്റ് മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എന്നെ കാണാൻ വരുന്ന മനുഷ്യജന്മങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകളും ഞാൻ നേരിട്ടറിവുള്ളതാണ് പറയുക. ചിലത് കേട്ടറിവുകളുണ്ടാകും, അത് ഞാനൊന്ന് ഉറപ്പിക്കാറുണ്ട്. പലതും നമ്മുടെ ഈ ലോകത്തിൽ, വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ, ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഇത്തരത്തിലുള്ള ചില അത്ഭുതകരമായിട്ടുള്ള അവസ്ഥകളുണ്ടെന്ന് പറഞ്ഞു പോകാനേ ഞങ്ങൾക്ക് കഴിയൂ. ഞാനീ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം, ശബരിമല ശാസ്താവിനെ കുറിച്ച്, അയ്യപ്പനെ കുറിച്ച് ഞാൻ പറഞ്ഞ 2 എപ്പിസോഡുകളിൽ ധാരാളം പേര് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിലയ്ക്കലെ രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനുണ്ട്. അദ്ദേഹം എൻ്റെ ഫേസ്ബുക്കിലുള്ളതാണ്. അദ്ദേഹം എനിക്കൊരു മറുപടി എഴുതി. എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇന്നലെ യാദൃശികമായൊരു നീണ്ട എന്നും കാണാത്ത വിധത്തിലുള്ള ഒരു പാരഗ്രാഫ് കണ്ടപ്പോൾ ഞാനതൊന്ന് വായിച്ചു നോക്കി. അതിങ്ങനെയാണ്: ധർമ്മശാസ്താവ് ബ്രഹ്മചാരിയല്ല, ഗൃഹശാസ്ത്രമിയായ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ കേരളത്തിലുണ്ട്. ആര്യങ്കാവിലാണോ കുളത്തൂർ പുഴയിലാണോ എന്ന് സംശയം. ചെങ്ങന്നൂരിനടുത്തുള്ള കൂടുകുളഞ്ഞിക്കാരോട് എന്ന സ്ഥലത്തെ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ ഭാര്യയും മകനും ഒപ്പമാണ്. അയ്യപ്പനാണ് നൈഷിക ബ്രഹ്മചാരി. അയ്യപ്പൻ്റെ ജന്മത്തിന് മുമ്പ് ശബരിമലയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ടായിരുന്നു. പരമശിവനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയപ്പെടുന്നു. അയ്യപ്പൻ ശബരിമലയിൽ എത്തി തപസ്സു ചെയ്ത് ധർമ്മശാസ്താവിൽ ലയിച്ചു എന്ന് പറയപ്പെടുന്നു. അതാണ് അയ്യപ്പനും ശാസ്താവും ഒന്നാണെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അറിവാണ്. ഈ മഹാജ്ഞാനികൾ വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കും. നമുക്ക് പറ്റുന്ന ചില തെറ്റുകളുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ എഴുതി അറിയിക്കുമ്പോൾ നമ്മൾ തിരുത്തുന്നതും നമ്മളത് മനസ്സിലാക്കുന്നതും വളരെ നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് വായിച്ചത്. എന്തായാലും നിലയ്ക്കലെ രവീന്ദ്രൻ നായർ ഇത്തരത്തിലുള്ളൊരു അറിവ് നമുക്ക് പകർന്നു തന്നതിന് അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം, ഒരു അമ്മ കറുത്ത വസ്ത്രം ധരിച്ച് എന്നെ കാണാനായിട്ട് വന്നു. അവർ എവിടാണെന്ന് പറഞ്ഞുകൂടാ. ഞാൻ ഈ വീഡിയോയിലൊക്കെ വെമ്പായം എന്ന് പറയുന്നത് കൊണ്ട് അവർ വെമ്പായത്തിലിറങ്ങി ഒരു സ്വാമിയുടെ വീട് അന്വേഷിച്ചു. ഞാനിപ്പോൾ 2 വർഷമായുള്ള അവിടെ താമസിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അറിയില്ല. പിന്നെ ഈ ചുമപ്പൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹം ആ അമ്മക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയെ അവിടെ കൊണ്ടുവന്നു. നല്ല തേജസ്സുള്ളൊരമ്മ, പക്ഷെ അവരുടെ മുഖത്തൊരു ദുഃഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഒരു മാളികപ്പുറത്തമ്മയുടെ മുഖഭാവം, ദുഃഖം. എവിടെ നിന്നാണെന്ന് ചോദിച്ചു. സ്ഥലം പറഞ്ഞു. ഇത്രയും ദൂരം എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, സ്വാമി ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്, എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ വരില്ല. പലരും ഇന്ന് കാണണം എന്ന് പറഞ്ഞ് വരാറുണ്ട്, ഇന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ്. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു, ഒരാൾ വന്നിട്ട് സ്വാമിയുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ചു പോയാന്ന് പറഞ്ഞു. കരീം എന്ന് പറഞ്ഞു ഒരാൾ വന്ന് തിരുവോണത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു, അടുത്ത വണ്ടിയിൽ പോയി. മനുഷ്യൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുമ്പോൾ, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നൊരു കാലത്ത്, ജനനം മുതൽ മരണം വരെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നവർ, അവരൊക്കെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞ പേജുകൾ പോലെ, ഒരു പുസ്തകത്തിൻ്റെ പേജുകൾ വായിച്ചാൽ അത് വായിച്ചു കഴിഞ്ഞതാണ് എന്ന്, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞതാണെന്ന പോലെ ജീവിതത്തിൻ്റെ ഓരോ താളുകൾ മറഞ്ഞു പോകുമ്പോൾ അന്യം വന്നു പോകുന്ന ബന്ധങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഒപ്പം ജനിച്ചവരും ഒപ്പം നിന്നവരും നമ്മളെ സഹായിച്ചവരും നമ്മൾ സഹായിച്ചവരും ഒക്കെ വേർപെട്ടു പോയ ഒരവസ്ഥയിൽ നിന്നാണ് നമുക്ക് ഈ വേഷം ധരിക്കേണ്ടി വന്നത്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. ഒറ്റയ്ക്ക് ജീവിക്കാനാണ് നമ്മുടെ യോഗമുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചേ പറ്റൂ. ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടാനാണ് യോഗമെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടേ പറ്റൂ. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോഴും നിനക്ക് ജീവിക്കാനുള്ളൊരു യോഗം നിനക്ക് ഞാൻ തരുന്നു എന്ന് ഭഗവാൻ വിചാരിച്ചാൽ ആ ഒരു രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയേ നിവൃത്തിയുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഈ അമ്മ ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ട് ദൂരെ നിന്ന് വന്നതെന്ന്. ഒരു നെടുവീർപ്പിന് ശേഷം അമ്മ പറഞ്ഞു, സ്വാമി ചോദിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ്? സാധാരണ സാമ്പത്തിക സഹായം എന്ന് ചോദിച്ച് എന്നോട് ആരും വരാറില്ല. നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ആ സ്വാമി എന്ന് പറഞ്ഞ് വരുന്നതല്ലാതെ എന്നോടാരും ഒരു സാമ്പത്തിക സഹായം ഒന്നും ചോദിക്കാറില്ല. എനിക്കുള്ളത് ചില ആൾക്കാർക്ക് ഞാനിങ്ങനെ ഉള്ളതിൽ നിന്നൊരു വിഹിതം കൊടുക്കാറുണ്ട്. മനസ്സുകൊണ്ട് ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും സഹായിക്കണം തോന്നുന്ന ഒരാൾ വാവാ സുരേഷാണ്.
കാരണം നാഗങ്ങളെ പിടിച്ച്, ഘോര നാഗങ്ങളെ പിടിച്ച് കുളിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന മുറിയിൽ അമ്മമാരെ ഞാൻ കുളിപ്പിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്ന ബാബ സുരേഷ്. എന്തെങ്കിലും സഹായിക്കണമെന്ന് എനിക്കെപ്പോൾ, പക്ഷെ അങ്ങനെ ഒരു സഹായമൊന്നും സ്വീകരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെന്തെങ്കിലും ഞാനിടയ്ക്ക് എനിക്കൊരു വെള്ളി നാഗങ്ങളെയൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ ഒരെണ്ണം ബോധപൂർവം കൊടുത്തു. പിന്നെ ഒരു മൊബൈലിൻ്റെ ചാർജർ ഉണ്ടായിരുന്നു, അത് ഞാൻ മനഃപൂർവ്വം കൊടുത്തു. കാരണം എപ്പോഴും മൊബൈലിൽ ആൾക്കാരിങ്ങനെ വിളിക്കുന്ന ഒരാളാണ് ബാബ സുരേഷ്. അപ്പോൾ അത് ചാർജ് തീർന്നാൽ ഇത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം അദ്ദേഹത്തിന് ഇങ്ങനെ സംഭാവനയായിട്ട് കൊടുത്തപ്പോൾ അതുപോലും പുള്ളി സ്വീകരിക്കാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇത് ജനസേവനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ സഹായമായിട്ട് എടുത്താൽ മതി. എനിക്ക് പിന്നെ ജ്യോതിസ് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് കോട്ടയത്തുള്ള. അപ്പോൾ അദ്ദേഹം ഞാനിത് അങ്ങോട്ട് തരികയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി, അത് അവിടെ നിയോഗിക്കപ്പെടേണ്ട, അത് എനിക്ക് അത് പ്രയോജനം ഉണ്ടാവില്ല. പക്ഷേ സുരേഷിന് അത് പ്രയോജനപ്പെടുന്നു, ഞാൻ നിർബന്ധിച്ചത് കൊടുക്കുക ചെയ്ത്. ആരോടും അവൻ്റെ സഹായമൊന്നും ചോദിച്ച് വാങ്ങുന്ന ഒരാളല്ല ബാബ സുരേഷ്. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല, എന്താണ് നമുക്ക് ചെയ്തു. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വിഷപ്പാമ്പുകളെ അതിൻ്റെ മണം ഗ്രഹിച്ച് അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തി അത് ഇഴഞ്ഞു പോകുന്ന റൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കി ആ മണ്ണിലൂടെ നോക്കി അതിനെ കണ്ടുപിടിച്ച് അതിനെ വളരെ ബുദ്ധിപൂർവ്വം പിന്നെ പിടിച്ചെടുക്കുന്ന, എപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്, ഏതോ പൂർവ്വജന്മ പിന്നെ ബന്ധം കൊണ്ടായിരിക്കും. ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നാഗങ്ങളുടെ നാഗലോകത്ത് നിന്ന ബാബ സുരേഷ്. അതേപോലെ ഞാനത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ അമ്മ അങ്ങനെ വല്ലതും കാശായിട്ട് ചോദിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ ചോദിച്ചു, അതല്ല, ഞാൻ എന്താണ്. അമ്മ പറഞ്ഞു, ഞാൻ 7 മക്കളെ പ്രസവിച്ചു, 6 മക്കളും മരിച്ചുപോയി പ്രസവം കഴിഞ്ഞ്, ഒരു കുട്ടി മാത്രം അവശേഷിച്ചു, അതെനിക്ക് അയ്യപ്പൻ തന്നതാണ്. അപ്പോൾ ഭർത്താവ് ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാഗം വംശനമേറ്റ് മരിച്ചു, പാമ്പ് കൊത്തി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് പറഞ്ഞ് ഞാൻ അമ്മയായിട്ട് വഴക്ക് കൂടി ഇറങ്ങിപ്പോയി. വയലിൻ്റെ ഭാഗത്തൊരു കാവുണ്ട്, അവിടെ പോയിരുന്നു. അവിടെ നിന്ന് പിന്നെ വയൽ വരമ്പിലൂടെ ഓടി വരികയാണ് പാമ്പ് കൊത്തി എന്ന് പറഞ്ഞിട്ട്. ആ വരമ്പിൽ തന്നെ വീണ് മരിച്ചു. അപ്പോൾ ഈ ചെറിയ കുട്ടിക്ക് ചെറിയ പ്രായമാണ്, ബാക്കിയൊക്കെ മരിച്ച്. ഈ കുട്ടിയെ അങ്ങനെ അയ്യപ്പൻ തന്നതാണെന്നൊന്ന് വളർത്തിയെടുത്ത് ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ കുട്ടി അയ്യപ്പൻ്റെ സ്വഭാവമല്ല, ശബരിമലയിൽ പോവില്ല, ശബരിമലയിൽ പോകുന്ന പരിപാടിയില്ല, ഒരു ദൈവത്തിനെയും വിശ്വസിക്കത്തില്ല, വിളക്ക് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കും. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യപ്പ എന്ന് 24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുന്ന, ശബരിമല അയ്യപ്പ, എൻ്റെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റാതായിപ്പോയി. ഒരു വിഗ്രഹങ്ങളും ഒരു വിളക്കോ ഒന്നും വീട്ടിൽ വെച്ചിക്കാൻ പറ്റില്ല, എടുത്ത് ദൂരക്കളയും. എന്തിനോടുള്ള അമർഷമാണോ, അത് പൂർവ്വജന്മത്തിലെ ദോഷമാണോ എന്നൊന്നും അറിയത്തില്ല. ദൈവമില്ല, ഈശ്വരനില്ല, കടുംപിടുത്തമാണ്, നല്ലതായിട്ട് അധ്വാനിക്കും, അമ്മയ്ക്ക് പൈസ കൊടുക്കും, അല്ലാതെ കർമ്മമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഒരു വിപ്ലവകാരി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അമ്മയ്ക്ക് മനോദുഃഖം, കാരണം സന്ധ്യയ്ക്കൊരു വിളക്ക് വയ്ക്കാൻ പറ്റുന്നില്ല. നൊന്ത് പ്രസവിച്ച മകനാണ്, മുമ്പ് പ്രസവിച്ചതെല്ലാം മരിച്ചു, ഭർത്താവ് പാമ്പ് കുത്തി മരിച്ചു. ഈ മകൻ്റെ കാലിലിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്, ഇടയ്ക്ക് കഴുത്തിലിങ്ങനെ കുത്തിപ്പിടിക്കും, വേദനിപ്പിക്കില്ല, തള്ള നിങ്ങളെ കുന്നുകളയും കേട്ടാ എന്ന് പറഞ്ഞ് കഴുത്തിലിങ്ങനെ പിടിച്ച് ചുവരിനോട് ചേർത്ത് വയ്ക്കും. പൈസ തരുമെന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോകും. ഇവൻ തന്നെ കൊടുക്കുന്ന പണമാണ്. മദ്യപാനം തുടങ്ങിയായിട്ട് പിന്നെ അറിഞ്ഞു. ഒരു ദിവസം ഒരു പെണ്ണുമായിട്ട് കയറി വന്നു. അവളെ ഞാൻ കല്യാണം കഴിച്ചു, ഇവിടെ നിങ്ങളെ കൂടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അവൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവളടുത്ത് ചോദിച്ചു, ഒന്നും പറയാൻ നിന്നില്ല, ആയിക്കോട്ടെ മോളെ നീ എവിടുന്നാണ് എന്ന് ചോദിച്ചു. അത് നിങ്ങൾ അവളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ കല്യാണം കഴിച്ചുകൂടെ കൊണ്ടുവന്നാണ്, അവൾ എന്നെ നോക്കാനാണ് കൊണ്ടുവന്നത്. തള്ളയ്ക്ക് മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൂടെ കഴിച്ചോളാം, ഇല്ലെങ്കിൽ ജോലി നോക്കി പോക്കോണമെന്ന് പറഞ്ഞു. ഇവൻ ജോലിക്ക് പോകുമ്പോൾ അമ്മ അവളോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി, കുട്ടികളൊന്നുമില്ല, അങ്ങനെ എൻ്റെ വീട്ടിൽ ഒരു പണിക്ക് വന്നതാണ്, എങ്ങനെ നിങ്ങൾ ജീവിക്കണമെന്ന് ചോദിച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ കൂടെ വരുന്നെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചോളാൻ പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഭർത്താവ് കിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊരു ആളാണ്. അത് വിറ്റ് ആരെങ്കിലുമൊക്കെ എടുത്തോട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് അയാളെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഇങ്ങനെയും ഒരു ആൾക്കാരുണ്ടല്ലോ ഈ ലോകത്ത്. അപ്പോൾ അയാളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കില്ല. ഭാര്യയുടെ വിളിച്ചുകൊണ്ട് വന്ന പെണ്ണിനോടാണെങ്കിലും അധികം സംസാരിക്കില്ല, വിളക്ക് കത്തിക്കാൻ സമ്മതിക്കത്തില്ല, അമ്മയോട് വളരെ അത്യാവശ്യം മാത്രം സംസാരിക്കും. അങ്ങനെ ഒരു വിചിത്രമായ ഒരു മനുഷ്യൻ. അപ്പോൾ ഈ അമ്മ പ്രാർത്ഥിക്കും, ഇവൻ എന്തെങ്കിലും ഒരിക്കൽ ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടാകണേ എന്ന്. അങ്ങനെ ഈ അവർ തമ്മിൽ ഈ ഭയം, ഈ ഭാര്യ പറയും, അമ്മ എനിക്ക് അവനോട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. പേടിക്കൊന്നുമില്ല, അതിനെ രക്ഷിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ,
അങ്ങനെ ഒരു പ്രത്യേക ലോകത്തിലുള്ള ഒരാൾ എന്നാണ് ഈ അമ്മ പറയുന്നത്. ഞാൻ ചോദിച്ചു അവസാനം എന്തായി? അവസാനം ഒന്നും പറയേണ്ട, ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞ് ഭയങ്കര മഴയും ഇടിയും മഴയും ഉണ്ടായിരുന്ന കാലത്ത്, ഭയങ്കര ഇടവ മാസത്തിലാണ്, പിന്നെ നക്ഷത്രവും നാളും ഒക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അമ്മ അവസാനം എന്തായെന്ന് പറയൂ. കാരണം അമ്മ ഇങ്ങനെ പരത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ. ഇവിടെ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. മരിച്ചപ്പോൾ ഈ കുട്ടി മാത്രം രക്ഷപ്പെട്ട് കിട്ടി. ഈ കുട്ടിയെ വളർത്തേണ്ട ബാധ്യത ഈ അമ്മയ്ക്കായി. അയ്യപ്പനെന്ന് പേരിടും എന്ന് പറഞ്ഞു. ഇയാളത് നിഷേധിച്ചു. അയ്യപ്പനും ഇല്ല, ഒരു മറ്റേ മോനും ഇല്ല എന്ന് പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മ അവനെ അയ്യപ്പൻ എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു. ഈ ഭാര്യ മരിച്ചതിന് ശേഷം ഇയാൾക്കുണ്ടാകുന്ന ഒരു മാനസാന്തരമുണ്ട്. ഭാര്യ മരിച്ചതിന് ശേഷം രാത്രികൾ രാത്രി ഭാര്യ ഇയാളോട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെ ഭാര്യയുടെ ചില പെരുമാറ്റങ്ങൾ അവൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അമ്മയോട് പറയുന്നു. ഇയാൾ നഷ്ടപ്പെട്ട ഭാര്യയെക്കുറിച്ച് ദുഃഖിക്കുന്നു. ഈ കുഞ്ഞിനെ രാത്രി കാലങ്ങളിൽ കരയുന്ന കുഞ്ഞിനെ ഇയാൾ എടുത്തുകൊണ്ട് നടത്തുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്നാ ഒരു പെൺകുട്ടിയെ മിണ്ടരുതെന്ന് പറഞ്ഞു തള്ളേരെടുത്ത്. എനിക്ക് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി കുഞ്ഞുണ്ട്, ഞാൻ ഈ കുഞ്ഞിനെ വളർത്തി ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അത്ഭുതം തോന്നുകയാണ്. അമ്മ പറയുന്നു, ഇതെല്ലാം അയ്യപ്പനായിട്ട് കൊടുക്കുന്നതാണ് അവന്. ജീവിതത്തിലെ ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ, നഷ്ടപ്പെടലുകൾ, വേർപാടുകൾ, സ്നേഹത്തിൻ്റെ മൂല്യം ഇതെല്ലാം അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഈ മാറ്റങ്ങൾ ഇവനിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ വളർത്താൻ അവൻ പെടുന്ന പാട്, ഉറങ്ങാത്ത അവൻ്റെ രാത്രികളിൽ, പകൽ സമയങ്ങളിൽ ഈ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോവുക. എൻ്റെ ജീവിതത്തിൽ അപ്പം അമ്മ ചോദിക്കുക, ആരെങ്കിലും ഒരു പെൺകുട്ടിയെ നീ കൂടെ വിളിച്ചു? എൻ്റെ പറഞ്ഞ സ്ത്രീ, അത് ഞാനപ്പോൾ ഈ പൂർവ്വജന്മത്തിൽ ഇങ്ങനൊരു വിഷയമുണ്ട്. പൂർവ്വജന്മത്തിൽ അങ്ങനൊരു ബന്ധം നഷ്ടപ്പെട്ടു പോയി ഈ ജന്മത്തിൽ വന്ന് വേദനിപ്പിച്ചിട്ട് പോകും. അതങ്ങനെ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് വന്നു ചേരും. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്ന് ചോദിച്ചു, അമ്മ എന്തിനാണ് ഇപ്പം അമ്മ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത്, ഈ കുട്ടി സംസാരിക്കുന്നില്ല. ഈ കുട്ടിക്ക് 5-6 വയസ്സായി, സംസാരിക്കത്തില്ല. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, പിന്നെ ആ സ്ഥലത്തേക്ക് നോക്കി ചിരിക്കും. അവന് രാത്രി കിടക്കുമ്പോൾ അവൻ്റെ കൂടെയാണ് കിടക്കുമ്പോൾ ഈ ഒരു അവസ്ഥ അവനുണ്ട്. അപ്പോൾ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടി തന്നെത്താൻ സംസാരിക്കുകയും തന്നെത്താൻ ഒരു മാസത്തേക്ക് നോക്കുകയൊക്കെ ചെയ്യും. ആണോ സ്വാമി, അവളെയാണോ ഈ നോക്കുന്നതെന്നാണ് ഈ അമ്മയുടെ സംശയം, അതോ അയ്യപ്പ സ്വാമിയാണോ എന്നാണ്. ക്രമേണ ഇവർ വിളക്ക് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ കുട്ടിയുടെ വളർച്ചയോടുകൂടി കുട്ടി സംസാരിക്കാതായപ്പോൾ മുതൽ അവൻ വിളക്ക് വയ്ക്കാൻ സമ്മതിക്കുന്നു. ഇവർ വിളക്ക് വെച്ചാലും ഒന്നും പറയുന്നില്ല, കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, ഇയാൾ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഇയാളുടെ കാലിൽ മരവിപ്പ് തുടങ്ങി. ഇത് അന്ധവിശ്വാസമല്ല, ഒരമ്മ എന്നെ വന്ന് കണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഈ കുട്ടി സംസാരിക്കായതോടുകൂടി ഇയാൾക്ക് മാനസികമായി വിഷയമുണ്ടാക്കി. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ? നീ ഈ കുഞ്ഞിനെ കൊണ്ട് 41 ദിവസം വ്രതമെടുത്ത് നീ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ശബരിമല കയറ്റാൻ പറഞ്ഞു. ശബരിമല അവൻ പൊട്ടിത്തെറിച്ചെങ്കിലും കുറെ കഴിഞ്ഞ് അവനെ അതിനകത്ത് സമ്മതിച്ചു, മാലയിട്ടു, ഈ കുഞ്ഞിനെയും കൊണ്ട് ശബരിമല കയറി. അത്ഭുതമെന്ന് പറയട്ടെ, ഇത് അത്ഭുതം തന്നെയാണ്. ആ കുട്ടി ഒരു 8-9 മാസം കഴിഞ്ഞപ്പോൾ സംസാരിച്ചു തുടങ്ങി. ചലനങ്ങൾ കേട്ട്, ചലനമൊന്നും അവന് പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. ആ ശാരീരികമായിട്ടുള്ള എല്ലാ അവസ്ഥകളും വീണ്ടെടുത്തു. അവൻ ഭയങ്കര അയ്യപ്പ ഭക്തനായിട്ട് മാറി. ഈ അടുത്ത ദിവസം അവന് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ ക്യാൻസർ ബാധിതനായി മരണപ്പെട്ടു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സ്വാമി, അവൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടോ എന്നറിയണം. ഈ കുട്ടിക്കെതിരെ 10-11 വയസ്സായിട്ടുണ്ട്. അവനിപ്പോൾ എന്താ പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞ കുട്ടി വഴിതെറ്റില്ലാതെ നോക്കിക്കോളാൻ പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടമല്ലേ. എനിക്ക് അവൻ്റെ ആത്മാവ് എൻ്റെ കൂടെ അറിയണമോ എന്നാണ് ഈ അമ്മയുടെ ആഗ്രഹത്തിനാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു, അമ്മേ, ഇത്രയും മാറ്റങ്ങളുണ്ടായ ഒരു മകൻ, ഇത്രയും കുട്ടികളെ പ്രസവിച്ചൊരു മകൻ, അമ്മയ്ക്ക് വളർത്താൻ ഒരു കുട്ടിയെ തന്നില്ലേ? അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയി ഏതോ കുട്ടിയായിരിക്കും ഇപ്പോൾ ഈ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയെ അമ്മ വളർത്താൻ ശ്രമിക്കൂ. ഈ മകൻ്റെ ആത്മാവ് അമ്മയുടെ മരണം വരെയും, ഇനി എത്ര കാലം ജനിച്ച് അമ്മ കുട്ടികളെ പ്രസവിച്ചാലും ഇത് തന്നെയായിരിക്കും അമ്മയുടെ മകൻ. അവൻ സ്നേഹനിധിയായ മകനാണ്. ആ ആത്മാവ് അമ്മയുടെ കൂടെ വളരെ കാലം ഉണ്ടാകട്ടെ. പിന്നെ അവൻ്റെ അനുഗ്രഹം ഈ കുട്ടിക്കുണ്ടാകും. നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടിയെക്കുറിച്ച് അമ്മ അപ്പോഴും പറഞ്ഞു, കണ്ണു നിറഞ്ഞു, അവൾ നല്ലൊരു പെണ്ണായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടാ അവൾ എവിടെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അയ്യപ്പ ഭഗവാൻ, അയ്യപ്പൻ എന്ന് പറയുന്ന ശക്തി
ആ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ശരണം വിളിയിൽ കണ്ടില്ലേ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു അമ്മ നമ്മളടുത്തേക്ക് വരുന്നു. വിശ്വാസമില്ലാത്ത മകൻ വിശ്വാസിയാകുന്നു, അവൻ്റെ ഭാര്യ അവന് നഷ്ടപ്പെടുന്നു, ദൈവം അവന് വിധി കൽപ്പിക്കുന്നു, അവന് മകനുണ്ടാകുന്നു. രാത്രികളിൽ ആ അമ്മയ്ക്ക്, അമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന ആ മകന് അമ്മ പറയുന്നു, അവൻ എന്തൊക്കെ വേദനിപ്പിച്ചാലും അവൻ്റെ മണം എനിക്ക് രാത്രി അറിയാം സ്വാമി, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ കട്ടിലിൽ വന്നിരിക്കാം, അമ്മയെന്ന് വിളിക്കുന്ന കേൾക്കാം, എൻ്റെ മകനെ നല്ലപോലെ നോക്കുന്നു എന്ന് പറയുന്നത് എനിക്കറിയാം. ഒരാളുടെ മാനസികമായിട്ടുള്ളൊരവസ്ഥയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും കാലം മുടങ്ങാതെ ശബരിമലയിൽ പോകുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വന്ന വേറൊരു കാര്യത്തിനും കൂടാണ് സ്വാമി, എൻ്റെ ഈ മകൻ ശബരിമല ശാസ്താവിനെ കാണാൻ വരാൻ ശബരിമല പഠിക്കപ്പെട്ടാൻ തയ്യാറാകുന്നില്ല. കാരണം അവൻ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കൂ, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം തന്നെ സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിക്കുന്നില്ലേ? അയ്യപ്പ സംഗമം നടത്തുന്നില്ലേ പമ്പയുടെ തീരത്ത്? ശാസ്താവിനെ കുറിച്ച് ലോകമെങ്ങും അറിയാവുന്ന തരത്തിലേക്ക് അവരെന്തോ ആയിക്കോട്ടെ, വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വോട്ടിന് വേണ്ടിയോ എന്തിനൊക്കെ ആയിക്കോട്ടെ, അവരാ ആ അയ്യപ്പൻ എന്ന് പറയുന്ന ശക്തിയെ മുറുകെ പിടിക്കാൻ, കാറൽ മാർക്സിനെയും ചെഗ്വേരയൊക്കെ ഉള്ള കാലത്താണ് അയ്യപ്പൻ എന്ന് പറയുന്ന ഭഗവത് ശക്തിയെ ചേർത്ത് പിടിക്കാൻ തുടങ്ങുന്നത്. ഈ മകന് മാറ്റം വരും. ഈ മകൻ അമ്മയുടെ കൈപിടിച്ച് ശബരിമലയിലേക്ക് പോകും. അതുകൊണ്ട് അമ്മ അയ്യപ്പനെ തന്നെ മുറുകെ പിടിച്ചോളൂ, അയ്യപ്പനെ തന്നെ പ്രാർത്ഥിച്ചോളൂ, അമ്മയ്ക്ക് നല്ലതേ ഉണ്ടാകൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു തുക കൊടുത്ത് അമ്മയെ വെമ്പായത്ത് കൊണ്ട്, അമ്മ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കാറി കയറ്റി വെമ്പായത്ത് കൊണ്ട് വിട്ട് അവരെ വാഹനത്തിൽ കയറ്റി വിട്ടു. അപ്പോൾ ഇങ്ങനൊരു സംഭവം, ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. വിധിക്കനുസരിച്ചുള്ള ജീവിതം നടക്കുന്നുണ്ട്. അയ്യപ്പ ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.